കുറേ സമയം. ഓക്കെ, റെസ്റ്റ് ഓണായേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മൾ ഇന്ന് ഇത്തികാഫിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് സെഷനാണ്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള മുന്തസ്താനോട്, എന്താണ് ഈ ഇത്തികാഫ് എന്ന് പറയുന്നത്, അതുപോലെ ഇത്തികാഫ് ഇരിക്കുന്നതിന്റെ ശ്രേഷ്ഠതകൾ എന്തൊക്കെയാണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി സിദ്നി ഇൽമൻ നാഫിഅൻ വഅമലൻ മുതഖബ്ബലൻ റിസ്കൻ ഹലാലൻ ത്വയ്യിബൻ ഖുലൂബൻ ഖാശിയ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൈ ബിലഡ് സിസ്റ്റേഴ്സ്, അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല. നമ്മുടെ സഹോദരി ഇന്ന് ചോദിച്ചിട്ടുള്ളത്, അതായത് ഇഅ്തികാഫിന്റെ ഇരിക്കുന്നതിന്റെ ശ്രേഷ്ഠത എന്താണ്, അല്ലെങ്കിൽ അഥവാ ഇഅ്തികാഫ് എന്നാൽ എന്താ? നമുക്കറിയാം, രാത്രികളിൽ അല്ലെങ്കിൽ പകലുകളിൽ അള്ളാഹുവിനെ മാത്രം ഓർമ്മിച്ച് അള്ളാഹുവിന്റെ ദിക്ർ ദുആകളിൽ ഖുർആൻ പാരായണത്തിൽ നമസ്കാരത്തിൽ മുഴുകിക്കൊണ്ട് രാപ്പകൽ കഴിച്ചു കൂട്ടുന്നതിനെയാണ് നാം ഇഅ്തികാഫ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇഅ്തികാഫിന്റെ വിഷയത്തിൽ മദ്ഹബുകൾ തമ്മിൽ വളരെ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു കാര്യമാണെങ്കിലും ഇതിൽ ഒരുപാട് പ്രതിഫലം ഉള്ളതായിട്ട് കാണാം. ഇതിനെക്കുറിച്ച് വിശദമായിട്ട്, അതായത് അതിന്റെ പ്രതിഫലം, അത് എങ്ങനെ ചെയ്യണം, അത് ചെയ്യുമ്പോൾ നമുക്ക് അതുകൊണ്ട് മൂലം കിട്ടുന്ന ഒരു അനുഭൂതി എന്താ, അതിൽ നിന്ന് എന്ത് പ്രതിഫലം പ്രതീക്ഷിക്കാം എന്ന വിഷയത്തെ കുറിച്ചൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് മറ്റൊരു ക്ലാസ്സിൽ തന്നെ പറയാം. ഇപ്പൊ തൽക്കാലം ഇഅ്തികാഫ് ഹലാലോ ഹറാമോ, സ്ത്രീകൾക്ക് പോകാമോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അപ്രകാരം പള്ളികളിൽ സ്ത്രീകൾ ഇരുന്നിരുന്നോ, സ്വഹാബ വനിതകൾ എപ്രകാരമായിരുന്നു ഇതിനെ അപ്രോച്ച് ചെയ്തിരുന്നത് എന്ന വിഷയങ്ങളെ കുറിച്ചുള്ള ഒരു ചോദ്യോത്തര സെഷനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ പ്രതിഫലങ്ങളും കർമ്മങ്ങളും ഇൻഷാ അല്ലാഹ് മറ്റൊരിക്കൽ നമുക്കൊരു ഫുൾ ക്ലാസ് ആയിട്ട് എടുക്കാം. ഓക്കെ. ഇത്തികാഫ് എന്തുകൊണ്ടാണ് പുണ്യകർമ്മമായിട്ട് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്? അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം. അതായത് ഓരോ ഇബാദത്തുകളും പുണ്യമാണോ അല്ലോ പാപമാണോ എന്ന് തീരുമാനിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാത്രം കഴിവിൽപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, സുബ്ഹി ജമാഅത്തായി നമസ്കരിച്ച ശേഷം അതായത് സൂര്യോദയം വരെ ഇരുന്ന് ഒരു 20 മിനിറ്റിന് ശേഷം ഒരാൾ നമസ്കരിച്ചാൽ അവന് പൂർണ്ണമായ താമത്തിൻ, അതായത് പൂർണ്ണമായ ഹജ്ജിന്റെ ഉംറയുടെയും പ്രതിഫലം ലഭിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ ഓരോ വിഷയത്തിലും അള്ളാഹു ആർക്ക് എന്ത് കൊടുക്കാൻ വിചാരിച്ചു, എന്ത് അമലുകൾക്ക് എന്ത് പ്രതിഫലമാണ് എന്നൊക്കെ നിശ്ചയിക്കുന്നത് അള്ളാഹു ആണ്, അല്ലെ? അപ്പൊ നമുക്കറിയാം, ഇത് നിശ്ചയിച്ചതിന്റെ പിന്നിൽ അള്ളാഹുവിന്റെ പല യുക്തികളും പല ലക്ഷ്യങ്ങളും ഉണ്ടായിരിക്കാം, മേ ബി, അല്ലെ? അപ്പൊ മഹത്തായ ഇബാദത്തിൽ അള്ളാഹുവിനോട് അടുപ്പിക്കുന്നതായിട്ടുള്ള ധാരാളം ഘടകങ്ങൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഭക്ഷണപാനീയങ്ങളിലൂടെ ഹൃദയത്തിന് സംഭവിക്കുന്ന ദുർബലകൾ നോമ്പിലൂടെ പരിഹരിക്കപ്പെടും. അതോടൊപ്പം മനുഷ്യരുമായുള്ള കലരുകൾ കൊണ്ട് സംഭവിക്കുന്ന കലർപ്പുകളെ പരിഹരിക്കാൻ അവർക്കൊരു കർമ്മം കൂടി നിശ്ചയിച്ചു. അതാണ് ഇഅ്തികാഫ്. അതായത് നമ്മൾ 365 ദിവസത്തിൽ 355 ദിവസവും ഭർത്താവും മക്കളും അവിടുത്തെ കാര്യങ്ങളുമായിട്ട് കൂട്ടിക്കെട്ടിയിട്ടാണ് നമ്മൾ ഉള്ളത്. എപ്പോഴും നമുക്ക് വീട്, ചുറ്റുപാട്, കറി, ഭക്ഷണം, അറേഞ്ചിങ്, വീട് നോക്കല്, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിലാണ് സ്ത്രീകളായ നമ്മളൊക്കെ. അത് ആണുങ്ങളാണെങ്കിലും അതേ ബിസിനസ്സിൽ ഫുൾ ഇൻവോൾവഡ് ആയിരിക്കും, അല്ലെ? അപ്പൊ അതിൽ നിന്നെല്ലാം മാറി അള്ളാഹുമായിട്ടുള്ള ഒരു നേരിട്ടൊരു കണക്ഷൻ എന്ന പോലെ നമ്മൾ പള്ളികളിൽ ഇരിക്കുമ്പോൾ, അവിടങ്ങളിൽ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, ദിക്ർ ദുആകൾ ചെയ്യുമ്പോൾ ഒക്കെ നമുക്കൊരു പ്രത്യേക അനുഭൂതി, അതായത് നേരിട്ടൊരു കണക്ഷൻ കിട്ടുന്നത് പോലെ. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഇതൊക്കെ ആണുങ്ങൾ നമുക്ക് സമ്മതിക്കോ, സമ്മതം തരണ്ടൊക്കെ. സമ്മതത്തിന്റെ വിഷയം ഇൻഷാ അല്ലാഹ് അത് പിന്നീട് ചോദ്യോത്തര സെഷനിൽ വരും, അന്നേരം അത് വിശദീകരിച്ച് എന്റെ ഡെഫിനിഷൻ അപ്പം തരാം. പക്ഷെ നിങ്ങൾ എന്താ വിചാരിക്കേണ്ടത് വെച്ചാൽ, ഇതൊരു മഹത്തായ ഇബാദത്താണ്. ജമാഅത്ത്, പള്ളികളിൽ ഇരിക്കല്, ഇഅ്തികാഫ് ഇരിക്കല്, ലൈലത്തുൽ ഖദ്ർ, ഖിയാമുൽ ലൈൽ, നമസ്കാരത്തിന് ഒരുപാട് പ്രതിഫലം ഉണ്ട്. കാരണം ഇതൊക്കെ അനന്യ സാധാരണമാണെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നും ചെയ്യൂല, അല്ലെ? നമുക്കറിയാം, സമൂഹത്തിൽ ഒരു മഹല്ല് ആയിരക്കണക്കിന് വ്യക്തികൾ ഉണ്ടെങ്കിൽ പോലും
ആരെങ്കിലും വളരെ ചുരുങ്ങിയ ആളുകളായിരിക്കും ഇതിലൊക്കെ. ഈവൻ പള്ളിയിലെ പ്രസിഡന്റ് സെക്രട്ടറി പോലും ഇഅ്തികാഫ് ഇരുന്നെന്ന് വരില്ല അല്ലെ? അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. രസ്ന ഒന്ന് മ്യൂട്ടാക്കണേ മൈക്ക്. ഞാൻ അപ്പോ അങ്ങനെ വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമാണ് ഇതിലൊക്കെ ഇൻവോൾവഡ് ആയിട്ടുള്ളത് നമുക്ക് കാണാം അല്ലെ? ആളുകളൊക്കെ എത്ര ഉണ്ടായിട്ടും കാര്യമില്ല. അതിലേക്ക് ഒരു അടുപ്പം, അതിലേക്ക് ഒരു ഹുബ്, അള്ളാഹുവിന്റെ അമലുകൾ ചെയ്താൽ കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ചിട്ടുള്ള ഒരു അവഗാഹം ഉള്ളവർക്ക് മാത്രമാണ് ഇത് ഇങ്ങനെ ഇരിക്കാനും ഇതിന്റെ പ്രതിഫലം വാങ്ങുവാനും കഴിയുക. അതായത് രാത്രി മുഴുവനും ഇബാദത്തിലും ദുആ, നമസ്കാരം, ദിക്ർ, കരച്ചല്, പാപമോചനം, ഇസ്തിഗ്ഫാർ, ഇങ്ങനെ ആ രാത്രികൾ നീണ്ടു പോവുക. അത് കഴിഞ്ഞ് ഒരു 2-2:30 മണി സമയത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം നിന്നിട്ടുള്ള നമസ്കാരമാണ് അല്ലെ? ഒരുപാട് ആയത്തുകൾ ഓതിയിട്ട് നമ്മളൊന്ന് ആക്ച്വലി ഒറ്റക്ക് ഓതുമ്പോ ഒരിക്കലും അത്ര തന്നെ ഓതിന്ന് വരൂല. അപ്പൊ നിങ്ങളൊക്കെ വിചാരിക്കും നമുക്കിത് പറ്റുമോ, വീട്ടില് സൗകര്യം ഇല്ല. അങ്ങനെ ഒന്നുമല്ല. നമ്മൾ അതായത് വളരെ ആഗ്രഹത്തോടു കൂടി എന്ത് അള്ളാഹുവിനോട് ചോദിക്കുന്നു അത് അള്ളാഹു നൽകപ്പെടും. അതായത് കഴിഞ്ഞ വർഷം അതിന്റെ മുൻപിലത്തെ വർഷങ്ങളിലൊക്കെ ഇഅ്തികാഫിന്റെ ക്ലാസ് ഞാൻ ഇതുപോലെ തന്നെ റമദാനിന് കുറെ മുൻപായിരുന്നു എടുത്തു കൊടുത്തിരുന്നത്. ബിക്കോസ് അത് ആ സമയത്ത് തന്നെ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാൻ അല്ലെ? എങ്ങനെ ഒന്ന് ചോദിക്കുക. അങ്ങനെ ഈ ക്ലാസ് കഴിഞ്ഞു, റമദാൻ കഴിഞ്ഞപ്പോ എന്നോട് പലപ്പോഴും പറഞ്ഞു, ഉസ്താദ് നിങ്ങളെ ക്ലാസ് കേട്ടപ്പോൾ മുതൽ നമ്മൾ തഹജ്ജുദിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ തുടങ്ങി. എന്താണെന്നറിയില്ല, ഇന്ന് വരെ എന്റെ ഹസ്ബൻഡ് അങ്ങനത്തെ ഒരു കാര്യം ചോദിച്ചാൽ സമ്മതിക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പം സമ്മതിച്ചു അല്ലേ? അപ്പൊ നമ്മള് എന്താ പറയാ, എന്തെങ്കിലും നമുക്ക് ഒരു ഓഫീസിൽ നിന്ന് കാര്യം കിട്ടണം, ഒരു സൈന് കിട്ടണം, നമ്മൾ ആരൊക്കെയോ കാല് പോയി പിടിക്കൂലേ? അതുപോലെ നമ്മളിത് ഡയറക്ട്ലി അള്ളാഹിനോട് തന്നെ പറഞ്ഞാൽ മതി. പഠിച്ചവനെ എനിക്ക് ഇബാദത്ത് ചെയ്യണം, അള്ളാഹുവിനെ എന്റെ കൂടെ ഒന്ന് കിടക്കണം, പള്ളിയിൽ ഇബാദത്തിലായിക്കൊണ്ട് നിൽക്കണം എന്നുള്ള അങ്ങനെ നമ്മൾ ദുആ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമ്മതവും സൗകര്യവും എല്ലാം നമുക്ക് അള്ളാഹു ഒരുക്കി തരും. ഈ എസ്പെഷ്യലി ഈ വർഷം, അതായത് 2025 ഇഅ്തികാഫിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് പരീക്ഷ കൊടുമ്പിരി കൊള്ളുന്ന സമയത്താണ്. 20 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിലാണ് പിന്നെ ഇത് വന്നിട്ടുള്ളത്, ഇഅ്തികാഫ് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും പല ചെറുപ്പക്കാർക്കും ഇതൊരു ബുദ്ധിമുട്ടായി തോന്നിയേക്കാം. എന്നിരുന്നാലും നമ്മളൊക്കെ പ്രായമുള്ളവർക്കൊക്കെ അത് പല സ്ത്രീകൾ ഹസ്ബൻഡ് നാട്ടിലുണ്ടാവില്ല, ഹസ്ബൻഡ് ജീവിച്ചിരിപ്പുണ്ടാവില്ല, അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആയിരിക്കും. അങ്ങനെയൊക്കെ വെറുതെ വീട്ടിലിരുന്നാൽ പോലും പലർക്കും ഇതിനോടൊരൊട്ടും താല്പര്യമില്ലാത്തൊരു ഒരു ഒരു അപ്രോച്ച് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സ്പെസിഫിക് ആയിട്ട് ഈ വിഷയം തന്നെ തെരഞ്ഞെടുത്ത് സംസാരിച്ചത്. ഇൻഷാ അല്ലാഹ്. സ്ത്രീകൾ ഇഅ്തികാഫ് ഇരിക്കുന്നതിന്റെ വിധി എന്താണ്? സ്ത്രീകൾ ഇഅ്തികാഫ് ഇരിക്കുന്നതിനെ കുറിച്ച്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പിന്നെ ഇരുന്നിട്ടുണ്ട്. അതിന്റെയും വളരെ വർഷങ്ങൾക്ക് മുമ്പ് മറിയം ബീബി, അതായത് നമുക്കറിയാം മറിയം ബീവിയുടെ ഉമ്മ പ്രസവിച്ചപ്പോ എന്റെ കുട്ടിനെ ഞാൻ പള്ളിയുടെ പരിചാരികയായി കൊടുക്കുമെന്ന് നേർച്ച നേർന്നതായിരുന്നു. പ്രസവിച്ചു നോക്കുമ്പോൾ മറിയം ബീബി ഒരു പെണ്ണായിപ്പോയി. പക്ഷെ ചെയ്ത ശപഥം തിരിച്ചെടുക്കാൻ അവർ തയ്യാറായില്ല. അവർ പള്ളിയുടെ പരിചാരികയായി കൊടുത്തു. അവര് പള്ളിയിലാണ് വലുതാകുന്നത്. അങ്ങനെ വലുതാകുമ്പോ പലപ്പോഴും മെഹ്റാബില് സക്കരിയ അലൈഹിസ്സലാം ചെന്ന് നോക്കുമ്പോൾ അവിടെ പല ഭക്ഷണങ്ങളും കഴിക്കുന്നതായിട്ട് നമ്മൾ ഖുർആൻ മറിയം സൂറത്തിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ, ചരിത്രം ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ കണ്ടു. അപ്പം സക്കരിയ അലൈഹിസ്സലാം ചോദിക്കുന്നുണ്ട്, നിനക്ക് എവിടുന്നാണ് ഇതൊക്കെ കിട്ടിയത്? അപ്പൊ പിന്നെ ബനി ഇസ്രായേൽ, അതായത് ഇസ്രായേലിലെ സ്ത്രീകൾ അപ്പൊ അങ്ങനെ ചോദിക്കുന്നുണ്ട്, നിനക്ക് എവിടുന്നാ കിട്ടിയെന്ന് ചോദിക്കുമ്പോ പിന്നെ മറിയം ബീവി പറയുന്നുണ്ട്, എനിക്കിത് അള്ളാഹു കൊണ്ടുതരുന്നതാണെന്നില്ലേ. അതായത് സീസണൽ പഴങ്ങൾ, നമുക്ക് മാങ്ങ കിട്ടുന്ന, ചക്ക കിട്ടുന്ന സീസണിനൊക്കെ ഓരോ സമയമുണ്ടല്ലോ, അതൊന്നല്ലാത്ത സമയത്ത് അതുപോലത്തെ ഫ്രൂട്ട്സ് ഒക്കെ എത്തിച്ചിരുന്നു. അപ്പൊ ഞാനിത് അള്ളാഹുവിനോട് ചോദിച്ച് അള്ളാഹു എനിക്ക് തന്നതാണെന്ന് പറഞ്ഞപ്പോഴാണ് സക്കരിയ അലൈഹി സ്വലാമിന് അങ്ങനെ ഒരു ബോധോദയം ഉണ്ടായത്. അദ്ദേഹം ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട്, എനിക്കൊരു കുഞ്ഞ് വേണം, വയസ്സുകാലത്ത് അദ്ദേഹത്തിന് ഒരു കുഞ്ഞ് ജനിക്കുന്നതും ഒക്കെ ആ സംഭവത്തിൽ. അപ്പൊ അത് നമുക്കറിയാം. പിന്നെ മറിയം ബീബി പള്ളിയിൽ ഇരുന്നതും മെഹ്റാബിൽ ഫ്രൂട്ട്സ് കിട്ടിയതും ഭക്ഷണം കിട്ടിയതും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും പ്രവാചക പത്നിമാർ പള്ളികളിൽ ഇരുന്നിരുന്നു. അവിടുത്തെ ഭാര്യമാര്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം പോലും അവര്
പിന്നെ പള്ളികൾ ഇരുന്നതായിട്ട് ഒട്ടനവധി ഹദീസുകളുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പല ഹദീസുകളും പലരും ദുർവ്യാഖ്യാനം ചെയ്യപ്പെടും. ഇപ്പൊ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ റജബ് 15 തന്നെ അങ്ങനെ ഒരു നോമ്പോ അങ്ങനെ ഒരു യാസീനോ അങ്ങനെ ഒരു ബറാത്ത് അങ്ങനെ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ല. പക്ഷെ അതൊക്കെ ഫാബ്രിക്കേറ്റഡ് ആയിട്ട് അതൊക്കെ കെട്ടി ഉണ്ടാക്കി ആക്കി. അതേസമയം യഥാർത്ഥത്തിലുള്ള സംഗതിയെ എല്ലാവരും മറച്ചു വെക്കും അല്ലെ. ഇത്തികാഫ് എന്ന് പറയുന്ന സംഭവത്തെ പ്രവാചകന്റെ പത്നിമാരെല്ലാവരും ഇരുന്നിരുന്നു. അവരൊക്കെ പിന്നെ അതിനെ കൃത്യമായി അനുഷ്ഠിച്ചിരുന്ന, ചിലപ്പോൾ മെൻസസായാൽ പോലും നബിയോട് സംശയങ്ങൾ ചോദിച്ചിരുന്നു എന്നൊക്കെ നമുക്ക് വ്യക്തമാണ്. എന്നിരുന്നാൽ പോലും ഈ വിഷയത്തിൽ പല ഒഴിവ് കഴിവുകളും പല മുഷ്ട് ന്യായങ്ങളും പറഞ്ഞ് എല്ലാവരും ഇതിനെ ഒരു എന്താ പറയാ ഒരു അമലല്ലാത്ത ഒരു സുന്നത്തായ കർമ്മമല്ലാത്ത രീതിയിൽ ആക്കുകയാണ്. പ്രത്യേകിച്ച് എസ്പെഷ്യലി സ്ത്രീകളെ വിഷയത്തിൽ. ആണുങ്ങൾ എല്ലാ വിഭാഗം ആളുകളിലും ഇഅ്തികാഫ് ഇരിക്കുന്നുണ്ട്. പക്ഷെ സ്ത്രീകളെ വിഷയത്തിൽ വരുമ്പോൾ അവരിങ്ങനെ സ്ത്രീ പള്ളി പ്രവേശനം പോലെ തന്നെ ഇങ്ങനെ തടഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ റമദാനിൽ അല്ലാത്ത സമയങ്ങളിൽ ഇഅ്തികാഫ് ഇരിക്കുന്നതിന്റെ വിധി എന്താണ്? റമദാനിൽ അല്ലാത്ത സമയങ്ങളിലും ഇഅ്തികാഫ് സുന്നത്താണെന്നാണ് ബഹുഭൂരിപക്ഷം പണ്ഡിത ഫത്വകളിൽ പലപ്പോഴും പല ഡിഫറൻസിയേഷനും ഉണ്ടാകും, പല വ്യത്യാസങ്ങൾ ഓരോരുത്തരും പറയുമ്പോൾ. അപ്പൊ അതിൽ പറയുന്നത് എന്താ വെച്ചാല് പിന്നെ റമദാനിൽ അല്ലാത്ത സമയങ്ങളിലും ഇഅ്തികാഫ് സുന്നത്താണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത് പൊതുവെ റമദാനിലേ പാടുള്ളൂ എന്നൊരു തെളിവും വന്നിട്ടില്ല താനും. മാത്രവുമല്ല മറ്റു സമയങ്ങളിലും ഈ ഇബാദത്ത് ചെയ്യാൻ അനുവാദമുണ്ട് എന്നതിനോടുള്ള തെളിവാണ് ഒരു വർഷത്തിൽ റമദാനിലെ ഇഅ്തികാഫ് നിർത്തിവെക്കുകയും ഷവ്വാലിലെ ആദ്യ 10 അത് മാറ്റപ്പെടുകയും ചെയ്തതായിട്ട് മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു വർഷം ഇതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് നിർത്തിവെച്ചു, എന്നിട്ട് അത് ഷവ്വാൽ മാസത്തിലെ ആദ്യത്തെ 10 ചെയ്തു. അത് നമുക്ക് നല്ലൊരു ഐഡന്റിഫിക്കേഷൻ അല്ല, നമുക്കൊരു നല്ലൊരു പ്രൂഫാണ് അത് അല്ലെ. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കും അതുപോലെ ഇഅ്തികാഫ് റമദാനിൽ അല്ലാത്തപ്പോഴും ചെയ്യാം. പിന്നെ ഇഅ്തികാഫ് ഇരിക്കണമെങ്കിൽ നോമ്പുണ്ടായിരിക്കണം എന്ന നിബന്ധനയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ പറഞ്ഞിട്ടുള്ളതായിട്ട് എവിടെയും സൂചിപ്പിച്ചിട്ടില്ല അല്ലെ. പിന്നെ റമദാനിൽ മാത്രം ചെയ്യുന്ന ഇബാദത്തല്ല ഇഅ്തികാഫ് എന്ന് മനസ്സിലാക്കും. ഇഅ്തികാഫ് ഇരിക്കുക എന്നതിന് പ്രത്യേക പ്രതിഫലവും പുണ്യവും ഉണ്ടെന്ന കാര്യത്തിൽ ആരും സംശയിക്കേണ്ടതുമില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം തോന്നിയേക്കാം, നമ്മൾ ഹറമിലൊക്കെ പോകുമ്പോൾ ഇഅ്തികാഫ് ഇരിക്കാവോ അല്ലെ. അപ്പൊ ഞാനൊക്കെ എപ്പം പോയാലും ഹജ്ജായാലും ഉംറയിലൊക്കെ പോയി കഴിഞ്ഞാൽ അധിക ദിവസം ഭക്ഷണം കഴിച്ചിട്ട് വിരിപ്പും തലേണയൊക്കെ എടുത്ത് പോയി ഹറമിൽ കുറച്ച് നിസ്കരിക്കാൻ തഹജ്ജുദിന്റെ സമയത്താണല്ലോ നിസ്കരിക്കുക. അതിന്റെ മുമ്പ് കുറേ ഓതി കുറെ ദിക്ർ എടുത്ത് ഒരു അരമുക്കാൽ മണിക്കൂർ 1 മണിക്കൂർ സമയത്ത് ഉറങ്ങി അങ്ങനെ ഇഅ്തികാഫിന്റെ നെയ്യത്തിൽ ഇരിക്കാറുണ്ട്. പക്ഷെ മക്ക ഹറമിൽ നമുക്ക് എല്ലാം ഓപ്പൺ ആണ്, എന്തും ചെയ്യാം. പക്ഷെ മദീനത്തെ സ്ഥിതി അതല്ല, അവിടെ ആശസ്കാരം കഴിഞ്ഞാൽ എല്ലാ ഡോറും ക്ലോസ് ആവും. പക്ഷെ ഒറ്റൊരു ഡോർ അടക്കില്ല. അത് ഇഅ്തികാഫ് ഇരിക്കുന്നവർക്ക് ഒരു ഹാള്, അതിനു വേണ്ടി മാത്രം അത് തെരഞ്ഞു പിടിച്ച് കാണണം. അത് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവില്ല. ഞാൻ ഇതുപോലെ മദീനത്തെ പള്ളിയിൽ വന്ന് ഇഅ്തികാഫ് ഇരിക്കണല്ലോ എന്ന് വിചാരിച്ച് പള്ളി ചുറ്റും നടന്ന് അവർ ചെയ്തപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ഡോർ കിട്ടിയത്. അതിന് അവര് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കയറരുത് എന്നുള്ള രീതിയിൽ പറയും. പക്ഷെ എന്നിരുന്നാലും വളരെ സുഖമായിട്ട് ഇഅ്തികാഫ് ഇരിക്കാൻ സാധിച്ചു. റമദാനിൽ നമ്മൾ എപ്പോഴാണ് ഇഅ്തികാഫ് ഇരിക്കേണ്ടത്? ഇഅ്തികാഫിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട നിബന്ധനകൾ എന്തൊക്കെയാണ്? ഇഅ്തികാഫ് ഇരിക്കേണ്ടത് ഇരിക്കുന്നതിന്റെ വിധി എന്ന് വെച്ചാല് റമദാനിലെ അവസാന 10 അല്ലാതെയും ഇരിക്കാം. അപ്പൊ അതുകൊണ്ട് അത് തന്നെ എന്ന് വെച്ചാൽ ആ ലൈലത്തുൽ ഖദർ രാവുകളിൽ അതിന് നല്ല പുണ്യമുണ്ട് എന്നുള്ളത് സത്യാവസ്ഥയാണ്. പക്ഷെ എന്നിരുന്നാലും അതല്ലാത്തപ്പോഴും ഇരിക്കാം അല്ലെ. ഒരു വർഷം അതായത് റമദാനിലെ അവസാനത്തെ 10 മധ്യത്തിലെ 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഅ്തികാഫ് ഇരുന്നിട്ടുണ്ട് അല്ലെ. മിഡിലും ഇരുന്നിട്ടുണ്ട്, മധ്യത്തിലെ അവസാനത്തെ 10 മിഡിൽ 10 ഇരുന്നിട്ടുണ്ട്. മരിക്കുന്നതിനായി തൊട്ട് മുൻപുള്ള വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിലായിരുന്നതിനാൽ അതിന് പകരമാണ് അവിടുന്ന് 20 ദിവസം ഇഅ്തികാഫ് ഇരുന്നെന്ന് സ്വഹാബികൾ വിശദീകരിക്കുന്നു. അതായത് അതിന് മുമ്പുള്ള വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തോ യാത്രയിലായിപ്പോയി, അതുകൊണ്ട് 20 ദിവസം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല കാന നബിയു യഅ്തകിഫു ഫിൽ അശ്റി അൽ അവാഖിർ മിൻ റമളാന ഫലം യഅ്തകിഫ് ആമൻ ഫലമാ കാന ഫിൽ ആമി മുഖ്തബിലി അഅ്തഖഫ 20. അപ്പൊ അങ്ങനെ ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് 20 ദിവസം ഇരുന്നു. അപ്പൊ ഇത്ര ദിവസമേ ഇരിക്കാവൂ, ഇന്ന ദിവസമേ ഇരിക്കാവൂ, നോമ്പ് തന്നെ വേണം, നോമ്പ് പിടിക്കണം, അങ്ങനെയൊന്നും ഇല്ല അല്ലെ. ഇതിന് ഇഅ്തികാഫ് ഇരുന്നതിനായിട്ട് അഹമ്മദ് തുർമുദി മുതലായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയതായിട്ട് കാണാം. അപ്പൊ
അതല്ലാത്ത സമയങ്ങളിലും ഇരിക്കാം. പിന്നെ അതേപോലെ സ്ത്രീകളെ ഇത്തികാഫിന്റെ ഇടയിൽ പുറത്തു പോയിട്ട് വീണ്ടും വന്ന് തുടരാൻ പറ്റുമോ? ഇത്തികാഫിന്റെ ഇടയിൽ, അതായത് പുറത്തു പോയാൽ വീണ്ടും തുടരാം, നോ പ്രോബ്ലം. അതായത് പുറത്തു പോകുന്നതോടെ ഇത്തികാഫ് മുറിഞ്ഞു കഴിഞ്ഞു, ഇനി വീണ്ടും ആരംഭിക്കണമെങ്കിൽ വീണ്ടും നെയ്യത്ത് വെക്കണം. എല്ലാ കർമ്മങ്ങളെയും പോലെ തന്നെ ഇത്തികാഫിന് നെയ്യത്ത് നിർബന്ധമാണ്. നെയ്യത്ത് ഉണ്ടായിരിക്കണം. അതായത് പുറത്തു പോയി കഴിഞ്ഞാൽ ആ നെയ്യത്ത് മുറിഞ്ഞു, വീണ്ടും നെയ്യത്ത് പുതുക്കേണ്ടതുണ്ട്. പിന്നെ ആവശ്യമില്ലാത്ത അനാവശ്യമായ പോക്ക് വരവ് കാര്യങ്ങളൊന്നും ഇതിൽ ബാധകമല്ല. അതായത് നമ്മൾ എന്താ വെച്ചാൽ ഇത്തികാഫിനെ ശരിക്കും സന്നദ്ധ മലയാളം ഭജന ഇരിക്കുക, അതായത് നമ്മൾ ദൈവത്തിലേക്ക് അടുക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ നമുക്ക് മറ്റുള്ള വിഷയങ്ങളൊന്നും ഇല്ലാലോ. അപ്പൊ ആളുകളായിട്ട് സംസാരം, സോഷ്യൽ മീഡിയയിലെ കളി, ഫോൺ കോള്, മെസ്സേജ് അറ്റൻഡ് ചെയ്യല്, പിന്നെ വീട്ടിലേക്ക് വിളിച്ച് വിവരങ്ങൾ അറിയല്, അങ്ങനെ കണ്ട ഭർത്താവ് മാറ്റു കുശലാന്വേഷണങ്ങൾ, തമാശ പറച്ചില്, കുട്ടികൾ, അങ്ങനത്തെ യാതൊരു കളികളും ഇല്ലാതെ ഒരു യഥാർത്ഥ ഭക്തിയുടെ എന്താ വെച്ചാൽ നമുക്കുള്ള ഒരു തഖ്വയോട് കൂടിയായിരിക്കണം നമ്മൾ ഇരിക്കുന്നത്. നമ്മുടെ സ്വന്തം മനസ്സിന്റെ ഒരു ഇഷ്ടത്തിലുമായിരിക്കണം. അതിന് സ്ത്രീകൾക്ക് ഭർത്താവിന്റെ അനുമതി ആവശ്യമാണോ ഇത്തികാഫ് ഇരിക്കണേല്? തീർച്ചയായിട്ടും ഇത്തികാഫ് ഇരിക്കാൻ വേണ്ടിയിട്ട് ഭർത്താവിന്റെ അനുമതി അത്യാവശ്യമാണ്. ഭർത്താവിന്റെ അനുമതി ഇല്ലാണ്ടൊന്നും ഇത്തികാഫ് ഇരിക്കാൻ പാടില്ല. കാരണം ഇതൊരു സുന്നത്തായ കർമ്മമാണ്, അല്ലെ, ഫർളല്ലാലോ. അതുകൊണ്ട് ഭർത്താവിന്റെ സമ്മതപ്രകാരം മാത്രമേ ഇരിക്കാവൂ. അത് ഈ ജുമുഅ ജമാഅത്ത് അടക്കാത്ത ഹാളിലൊക്കെ ഇത്തികാഫ് ഇരിക്കാൻ പറ്റുമോ? അങ്ങനെ ഒന്നുമില്ല. ഹാള് അങ്ങനെയൊക്കെ. പിന്നെ സ്ത്രീകളുടെ സ്വർഗസ്ഥ നേതാവായ മറിയം മറിയം ബീബി അലൈഹിസ്സലാം ഇരുന്നതിനെ കുറിച്ചിട്ട് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് പരാമർശങ്ങൾ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ ഒക്കെ നമുക്ക് പ്രബലമായ ഒരു സുന്നത്താക്കി എടുത്തുകൊണ്ട് അതിൽ വിരോധമില്ല എന്ന് കാണിക്കുന്നു. അതല്ലാണ്ട് മറിയം അലൈഹിസ്സലാം ഇരുന്നതിനെ കുറിച്ച് ആരും അത് അന്നത്തെ കാലത്താണ്, ഇപ്പോഴത് പാടില്ല എന്ന് പറഞ്ഞിട്ടുമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരും ഇരുന്നു അല്ലെ. സ്ത്രീകൾ അക്കാലത്ത് ഉണ്ടാക്കിയിരുന്ന കാര്യങ്ങൾ കണ്ടിരുന്നെങ്കിൽ, അതായത് ഇക്കാലത്ത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എത്തിക്കാഫൊക്കെ ഇരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക വെച്ചാല് ഭയങ്കര മേക്കപ്പും ഭയങ്കര ഈവൻ മസ്ജിദുൽ ഹറമിൽ വരെ അല്ലെ, പെൺകുട്ടികൾ ജീൻസും ടോപ്പൊക്കെ ഇട്ട് വന്ന് ചിലപ്പോൾ ആൺകുട്ടികളെ ഫോൺ ചെയ്ത് കോൾ ചെയ്ത് അപ്പുറത്തിട്ടുള്ള ആൺകുട്ടികളായിട്ട് ചാറ്റ് ചെയ്ത് അങ്ങനെ അവരും അവിടെ ഇരിക്കുകയായിരിക്കില്ല. ഇതൊക്കെ കണ്ടിരുന്നെങ്കിൽ ഇസ്രായേലിൽ സ്ത്രീകളെ തടഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും തടയുമായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അല്ലെ. അപ്പൊ ആ രീതിയിലൊക്കെ പള്ളിയിൽ വരുന്ന കുട്ടികൾ, അതായത് ജോളിയാക്കാൻ വേണ്ടി വരുന്നവരും തമാശ പറഞ്ഞിരിക്കാനും ഫ്രണ്ട്സിനോട് അത് വിട്ടുന്ന ഇഅ്തികാഫ് എന്ന് പറയുമ്പോൾ ലൈസൻസ് കിട്ടില്ല, അത് വിചാരിച്ച് വരുന്നവരൊക്കെ ഇപ്പൊ കണ്ടിരുന്നെങ്കിൽ അതൊരു ഹദീസാണ്. ഇസ്രായേലിയരെ തടഞ്ഞതുപോലെ അവിടുന്ന് തടയുമായിരുന്നു. അതായത് ബുഖാരി ഇമാമിന്റെ ഒരു ഹദീസാണ്. പിന്നെ ഇത്തികാഫിന്റെ അവസാനത്തെ 10 ഈ ഇത്തികാഫ് ഇരിക്കുന്നതിന്റെ വിധിയെ കുറിച്ച് പറഞ്ഞല്ലോ അല്ലെ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷഅബാനിലും അതല്ലാണ്ട് 20 ദിവസങ്ങളിലൊക്കെ ഇത്തികാഫ് ഇരുന്നിരുന്നു. ഏതെല്ലാം മസ്ജിദുകളാണ് ഇത്തികാഫ് ഇരിക്കാൻ വേണ്ടി ഏറ്റവും ഉത്തമം? ഏറ്റവും ഫസ്റ്റ് മക്ക, അതായത് പരിശുദ്ധ കഅബ, മക്ക ഹറാം. അത് കഴിഞ്ഞാല് മദീനത്തെ പള്ളി, പിന്നെ അത് കഴിഞ്ഞാൽ 3-ാം സ്ഥാനം മസ്ജിദുൽ അഖ്സയാണ്. ഈ 3 പള്ളികളാണ് ഏറ്റവും ഉത്തമം അല്ലെ. ഇതിനൊക്കെ പ്രതിഫലത്തിന്റെ കാര്യത്തിലും വ്യത്യാസമുണ്ട്. അതായത് മക്കത്ത് വെച്ച് നമ്മൾ എന്ത് കർമ്മം ചെയ്താലും 1,00,000 പ്രതിഫലം. അത് മദീനത്ത് വെച്ചാകുമ്പോൾ അത് 1000 ആകുന്നു. അത് മസ്ജിദുൽ അഖ്സയിലാണ് നമ്മൾ അപ്രകാരം നിസ്കാരം നിർവഹിക്കുകയോ പുണ്യകർമ്മങ്ങൾ നിർവഹിക്കുകയോ ഖുർആൻ പാരായണം ചെയ്യുകയോ ചെയ്യുമ്പോൾ ആ പ്രതിഫലത്തിന് 500 കുറയുകയും ചെയ്യുന്നു. ഈ 3 പള്ളികളല്ലാതെ വേറെ എവിടെയെങ്കിലും ഇരിക്കാമോ? പിന്നെ ജുമാ ജമാഅത്ത് നടക്കുന്ന പള്ളികളിൽ ഇരിക്കാം അല്ലെ. അങ്ങനെ അതല്ലാണ്ട് ശരിക്കുള്ള ജമാഅത്ത് നടക്കാത്ത സ്ഥലങ്ങളിലും, അതായത് വെറുതെ ഉണ്ടാക്കിയിട്ടുള്ള പ്രേ ഹാളുകൾ അങ്ങനത്തെ സ്ഥലത്തൊന്നും ഇരിക്കൽ അലൗഡ് അല്ല. പോരാത്ത സ്ത്രീകൾ പ്രത്യേകിച്ച് ഇരിക്കുകയാണെങ്കിൽ അതിനുള്ള സേഫ്റ്റി മെഷറൊക്കെ ഉണ്ടായിരിക്കണം. അതായത് ആണുങ്ങളായിട്ട് ബന്ധപ്പെടാനോ മറ്റു ഓപ്പൺ എയർ സ്ഥലത്തുള്ള സ്പേസിലുള്ള പള്ളി ആവരുത്. അവർക്ക് അടച്ച് കിടക്കാനും നിസ്കരിക്കാനും അവരുടെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഒക്കെ ഉള്ള പള്ളികളായിരിക്കണം. ജുമാ നടക്കുന്ന മസ്ജിദിൽ തന്നെയാണ് ഏറ്റവും
ഉത്തമം അല്ലെ. ആരെങ്കിലും എത്തിക്കാഫ് ഇരുന്നാൽ അവൻ ജുമാക്കും ജനാസക്കും പങ്കെടുക്കട്ടെ. മുസന്നഫ് അബ്ദുറസാഖ് അല്ലെ. അപ്പൊ അയാൾ ജുമാക്ക് പങ്കെടുക്കട്ടെ എന്ന് പറഞ്ഞതിൽ ജുമ ഇല്ലാത്ത മസ്ജിദിലാണ് അയാൾ ഇത്തിക്കാഫ് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. കാരണം ജുമ ഉള്ള മസ്ജിദിലാണ് ഇത്തിക്കാഫ് ഇരിക്കുന്നതെങ്കിൽ പ്രത്യേകം എടുത്ത. അപ്പോ ചില സ്ഥലങ്ങളിൽ ജുമ ഇല്ലാത്ത മസ്ജിദുകളിലും ഇരിക്കുന്നുണ്ട്. ജുമ നിസ്കരിക്കണമെങ്കിൽ അതിന് കുറച്ചൊരു മിനിമം ആൾക്കാർ വേണമല്ലോ, അങ്ങനെയുണ്ട്. പിന്നെ സ്ഥിരമായി ജുമാഅത്ത് നമസ്കാരം നടക്കാത്ത മസ്ജിദുകളിൽ ഇത്തിക്കാഫ് ശരിയാവുകയില്ല എന്നതാണ്. അത് ചില പ്രയർ ഹാളുകൾ പറ്റുമെന്ന് ചോദിച്ചല്ലോ. അപ്പൊ അങ്ങനത്തെ ഹാളുകളൊന്നും ഇപ്പൊ ഒരുപാട്, അതായത് ഗവൺമെന്റിൽ നിന്ന് പള്ളിക്കുള്ള ലൈസൻസ് കിട്ടാത്തത് കൊണ്ട് അങ്ങനെ കുറെ സ്ഥലങ്ങൾ ഉണ്ട് അല്ലെ. അപ്പൊ ആക്ച്വലി പള്ളികളെല്ലാം നിസ്കാരം നടക്കുന്നില്ല. അങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും പിന്നെ പറ്റുകയില്ല എന്നാണ് പ്രബലമായ അഭിപ്രായം. അതേപോലെ മസ്ജിദിന്റെ മുകളിലത്തെ നിലയിൽ നമ്മൾ ഇത്തികാഫ് ഇരിക്കാൻ പറ്റുമോ? മസ്ജിദിന്റെ മുകളിലത്തെ ഒരു മിനിറ്റ്. അതായത് പുറംപള്ളി പോലെ മസ്ജിദിന്റെ ഉള്ളിൽ പെടുന്ന സ്ഥലമാണെങ്കിൽ പറ്റും. അതല്ലാതെ പിന്നെ നമസ്കാരത്തിന്റെ ജമാഅത്തുമെല്ലാം നിർവഹിക്കപ്പെടുന്നു മസ്ജിദ് പോലെ തന്നെ പരിഗണിച്ച് തഹിയ്യത്ത് നിസ്കാരത്തിന് ശേഷം ഇരിക്കാൻ ശ്രദ്ധ കാണിക്കുകയും ചെയ്യുന്ന പ്രദേശമാണെങ്കിൽ ഇരിക്കാം. ഓക്കെ. ഇത്തികാഫ് ഇരിക്കുമ്പോൾ നോമ്പ് ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണോ? അങ്ങനെയില്ല. ഇത്തികാഫ് നോമ്പില്ലാതെയും എടുക്കാം. അങ്ങനെ ആയിട്ട്, അതായത് നോമ്പുള്ളപ്പോഴേ ഇത്തികാഫ് ഇരിക്കാവൂ എന്നൊന്നും ഇവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റിപ്പോർട്ട് ചെയ്തതായിട്ട് ഹദീസില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മള് ഹജ്ജിനും ഉംറക്കൊക്കെ പോയി കഴിഞ്ഞാലും ഇതുപോലെ ഇത്തികാഫിന്റെ നെയ്യത്തിൽ രാത്രി പള്ളി കൂടി സുബഹിസ്കാരം ഇശ്റാഖ്സ്കാരം കഴിഞ്ഞിട്ട് വരാറുണ്ട് ഇത്തികാഫിന്റെ നെയ്യത്തിൽ. അതായത് ഈ രക്തസ്രാവമൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ഇത്തികാഫ് ഇരിക്കാൻ പറ്റുമോ? അതായത് രക്തസ്രാവമുള്ള സ്ത്രീകളെ ബാധിക്കുന്ന ഒരു രോഗമാണ്. ബാധിച്ചവർ നിസ്കരിക്കുകയും നോമ്പെടുക്കുകയും മറ്റു ഇബാദത്തുകളെല്ലാം സാധാരണ പോലെ നിർവഹിക്കുകയും ചെയ്യണം. അതായത് ഇത് ഇവിടെ മെൻസസ് അല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്, മെൻസസ് അല്ലാണ്ടുള്ള ബ്ലീഡിങ് ആണ്. അപ്പൊ അത് അവര് എന്താ വെച്ചാൽ ആ ദിവസം കഴിഞ്ഞാൽ, അതായത് 7, 9 അവർക്ക് എത്ര ദിവസം മെൻസസ് എന്ന് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ അവര് കുളിച്ച് ശുദ്ധിയായിട്ട് നോമ്പെടുക്കുകയും നിസ്കരിക്കുകയും മറ്റു ഇബാദത്തുകളെല്ലാം മുറ പോലെ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. പ്രത്യേകമായ വിധിവിലക്കുകൾ അതോടൊപ്പം ശ്രദ്ധിക്കണം മാത്രം. ഇത്തികാഫ് മറ്റു ഇബാദത്തുകളെ പോലെ തന്നെ ഒരു ഇബാദത്താണ്. അത് രക്തസ്രാവമുള്ള സ്ത്രീകൾക്ക് പോലും അനുവദനീയമാണ് എന്ന് പണ്ഡിതന്മാർക്ക് പൊതുവെ ഏക അഭിപ്രായം ഉണ്ട് എന്ന് നോക്കിട്ടോ, മനസ്സിലാക്കണേ. രക്തസ്രാവമുള്ള സ്ത്രീകൾക്ക് പോലും പൊതുവെ ഏക അഭിപ്രായം ഉണ്ട് എന്ന് പറയുന്നത്. ആയിഷത്ത റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇംറാത്തുൻ മിൻ അസ്വാജിഹി മുസ്തഹാദത്തുൻ ഫകാനത്ത് തറൽ ഹുംറത വസ്സുഫറത ഫറുബ്ബമാ വലഅനത് തസത്ത് തഹ്തഹാ വഹിയ തുസല്ലി. അതായത് അവിടുത്തെ ഭാര്യമാരിൽ രക്തസ്രാവം ഉണ്ടായിരുന്ന ഒരാൾ ഇത്തികാഫ് ഇരുന്നിട്ടുണ്ട്. അവർക്ക് ചുവപ്പ് നിറത്തിലും മഞ്ഞ നിറത്തിലും രക്തം കാണുമായിരുന്നു. ചിലപ്പോൾ നിസ്കരിക്കുമ്പോൾ വളരെ അധികം വരുന്നത് കൊണ്ട് അവർ താഴെ പാത്രം വെക്കുമായിരുന്നു. അത്ര പോലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബുഖാരി ഇമാം. അപ്പൊ അന്നത്തെ സ്ത്രീകൾ അതിന് കാണിച്ചിരുന്ന ഒരു ശുഷ്കാന്തിലങ്ങളൊന്നും നോക്കണം അല്ലെ. പട്ടിണിയും ബുദ്ധിമുട്ടും നോമ്പെടുക്കുമ്പോൾ ഒരു കാരക്കന്റെ ചീളൊക്കെ തിന്നാണ് അവർ നോമ്പ് തുറന്നതെങ്കിൽ പോലും ഇത് വളരെ കൃത്യമായിട്ട് പിന്നെ ഇത്തികാഫ് ഇരിക്കുന്ന വിഷയത്തിൽ അവർക്ക് ഇസ്തിഹാലത്താണെങ്കിൽ പോലും അവർ ഇരുന്നതായിട്ട് കാണാം. ഈ മൂത്രവാർച്ചയുള്ള രോഗമുള്ളവർക്കും ഇത്തികാഫ് ഇതേപോലെ തന്നെ ആയിരിക്കും അല്ലെ, ഇരിക്കാൻ പറ്റും? മൂത്രവാർച്ച ഒരു രോഗമാണ്. അത് ആർത്തവമോ ജനാപത്തോ പോലെയുള്ള അല്ല, ഒരു അശുദ്ധിയല്ല അല്ലെ. അതിനാൽ രക്തസ്രാവമുള്ള സ്ത്രീകൾക്ക് അനുവദിക്കപ്പെട്ട പോലെ മൂത്രവാർച്ച പോലെയുള്ള രോഗങ്ങളോ മറ്റോ ബാധിച്ചവർക്ക് പോലും ഇത്തികാഫ് അനുവദനീയമാണ് അല്ലെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, പിന്നെ ഇസ്തിഹാദത്തുള്ളവർക്കും മൂത്രവാർച്ചക്കാരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമ്മള് പിന്നെ ഒന്നെടുത്ത് നിസ്കരിക്കാൻ ബാങ്ക് കൊടുക്കുന്ന ആൾ തത്സമയത്തായിരിക്കണം ഒന്നുണ്ടാക്കണ്ടേ. എന്നിട്ട് പാഡോ എന്തെങ്കിലും വെച്ചിട്ട് നിൽക്കണം. ചിലപ്പോ അവർക്ക് പിന്നെയും മൂത്രം ഇറ്റിപ്പോയാൽ പള്ളിയും അവിടെ നിൽക്കുന്ന സ്ഥലവും പിന്നെ മുസല്ലിയൊക്കെ അശുദ്ധിയാവുമല്ല. അപ്പൊ അതുകൊണ്ട് അത്രയും ബാങ്കിനോട് അടുപ്പിച്ചിട്ട് വുളു ചെയ്തിട്ടാണ് നിസ്കരിക്കേണ്ടത്.
അതായത് ധാരാളമായിട്ട് മൂത്രവാർച്ചയുള്ളവരും മതി വരുന്നവരും മൂത്രത്തോടൊപ്പം തന്നെ ഒരു വെളുത്ത, അതിനാണ് മതി എന്ന് പറയുന്നത്, രക്തം വരുന്ന മുറിവുകൾ ശരീരത്തിലുള്ളവരും എല്ലാം ഇഅ്തികാഫ് അനുവദനീയമാണെന്ന്. ഇത്രയൊക്കെ അന്നത്തെ സ്വഹാബത്തൊക്കെ അങ്ങനെയും അത്രയൊക്കെ ബുദ്ധിമുട്ടി ഇരുന്നിരുന്നെന്ന് കാണാം. അതേപോലെ തന്നെ നമ്മൾ പ്രാഥമിക ആവശ്യങ്ങൾക്ക് ബാത്റൂം കാര്യങ്ങളൊക്കെ പോകുമ്പോഴേ മസ്ജിദിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അതായത് ആവശ്യമില്ലാതെ മസ്ജിദിൽ നിന്ന് പുറത്തു പോകലിനെ കുറിച്ചിട്ട് പണ്ഡിതന്മാർക്ക് പൊതുവെ അഭിപ്രായമുണ്ട്. അതായത് വെറുതെ വേണ്ടിയിട്ടും വേണ്ടായിട്ടും എന്തെങ്കിലും വാങ്ങാൻ പോവുക, അല്ലെങ്കിൽ വേറെ വിശേഷം അടുത്ത വീടുകളിലൊക്കെ നമുക്ക് അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി സംസാരിച്ചിരിക്കുക, അങ്ങനത്തെ ഉണ്ടല്ലോ ഒരു ജോളി ടൈപ്പ് കളികൾ, അതൊന്നും ആളില്ല. എന്ന് വെച്ചാൽ നമ്മള് ഇബാദത്തിൽ നിവക്തി, നമ്മള് വീട്ടിലിരുന്ന വീട്ടു ജോലികളും ഭക്ഷണം ഉണ്ടാക്കലും എല്ലാം കൂടെ ആയിട്ട് നമുക്ക് പറ്റാത്തത് കൊണ്ടാണല്ലോ നമ്മള് പിന്നെ ഇഅ്തികാഫ് ഇരിക്കുന്നത്. പിന്നെ അവിടെ പോയിട്ട് പിന്നെ ഇങ്ങനെ ഇടക്കിടക്ക് ഓരോ സാധനം വാങ്ങാൻ പോകുക, പുറത്തു പോവുക, വരിക, അതൊരു ഒരു ഒരു എന്താ പറയാ എന്റർടൈൻമെന്റ് മോഡിലേക്ക് പോരുത് അല്ലെ. ഇഅ്തികാഫ് ഇരുന്നാൽ എന്റെ അടുക്കലേക്ക് അവിടുത്തെ ശിരസ്. പിന്നെ വേറൊരു ഹദീസ് വളരെ സ്ഥിരപ്പെട്ട ബുഖാരി മുസ്ലിം, അതായത് മുത്തഫഖു അലൈഹി ആയിട്ടുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടും പള്ളിയും തമ്മിൽ, അന്നത്തെ കാലത്തുള്ള പള്ളിയും തമ്മിൽ അത്ര അടുത്തായിരുന്നു മദീനയില്. അപ്പൊ എന്തായിരുന്നു വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുടി തല നീട്ടി കൊടുത്തിട്ട് പിന്നെ ആയിഷ റളിയല്ലാഹു മുടി വാരി കൊടുക്കുമായിരുന്നു. ഇഅ്തികാഫ് ഇരുന്നാൽ എന്റെ അടുക്കിലേക്ക് അവിടുത്തെ ശിരസ് നീട്ടി തരുമായിരുന്നു. അങ്ങനെ ഞാൻ അവിടത്തേക്ക് മുടി വാരി കൊടുക്കുകയും പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ വീട്ടിൽ പ്രവേശിക്കാറില്ലായിരുന്നു. ബുഖാരി മുസ്ലിം ഹദീസ് റിപ്പോർട്ട് ചെയ്തു. അത് നമുക്കൊരു പാഠമായിരിക്കാം. അങ്ങനെ ഒന്ന് തൊടുന്നത് കൊണ്ടൊന്നും പ്രശ്നമില്ല എന്നുള്ളതിനുള്ള ഒരു ഹദീസാണ് അവിടെ നാം മനസ്സിലാക്കേണ്ടത്. പിന്നെ മസ്ജിദ് ടോയ്ലറ്റ് ഫെസിലിറ്റി ഒക്കെ പള്ളിയിൽ തന്നെ ഉണ്ടെങ്കിൽ അത് പള്ളിയിൽ തന്നെ വെച്ച് ചെയ്യുന്നതായിരിക്കും അത്യാവശ്യം. പിന്നെ സ്ത്രീകൾ താമസിക്കുന്ന പള്ളിയിൽ അതിനൊക്കെ വ്യക്തമായ സൗകര്യങ്ങൾ ഉള്ള പള്ളികളായിരിക്കണം. ഇപ്പോഴൊക്കെ പല നാടുകളിലും ഈവൻ കോഴിക്കോടും ഒക്കെ തന്നെ, അതായത് ചില സ്ഥലങ്ങളിലൊക്കെ 1000 രൂപ അടച്ചു കഴിഞ്ഞാൽ ഒരു 10 ദിവസത്തേക്കുള്ള ഫുള്ള് ഭക്ഷണം 10 ദിവസം സ്ഥിരമായിട്ടിരിക്കുന്ന ഒരുപാട് ലേഡീസിനെ എനിക്ക് അറിയാം. ഞാൻ ഒരിക്കല് ആ പള്ളിയിൽ പോയപ്പം കാണുകയുണ്ടായി. മറ്റു പലരും രാത്രി മഗ്‌രിബിന് ഇശാക്ക് ശേഷം, അതായത് തറാവീഹ്സ്കാരം കഴിഞ്ഞ ആണുങ്ങൾ വന്ന് അവരുടെ ഭക്ഷണം കൊടുത്തിട്ട് പള്ളിയിൽ പോയി കിടന്ന് സുബഹിസ്കാരം കഴിഞ്ഞ് വരുന്നവരും, അല്ലെങ്കിൽ സുബഹിന്റെ മുമ്പേ പിന്നെ ഖിയാമുൽ ലൈൽ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന ആൾക്കാരെയും നമുക്ക് കാണാം. അങ്ങനെ പല രീതിയിലും ഇരിക്കാം, ഓരോരുത്തരുടെ സൗകര്യവും കപ്പാസിറ്റിയും ഒക്കെ അനുസരിച്ച്. നമ്മൾ ഈ ഇഅ്തികാഫ് ഇരിക്കുന്ന സമയത്ത് വേറെ എമർജൻസി ആയിട്ട് അല്ലെങ്കിൽ രോഗികളൊക്കെ സന്ദർശിക്കാനുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പോകാൻ പറ്റുമോ? രോഗികളെ സന്ദർശിക്കുക എന്നുള്ളത്, അതായത് ജനാസയിൽ പങ്കെടുക്കുക പോലെയുള്ള കാര്യങ്ങൾ നിബന്ധന വെച്ചുകൊണ്ടാണ് ഇഅ്തികാഫിൽ പ്രവേശിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫിൽ പ്രവേശിച്ചാൽ വളരെ അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാണ്ട് പുറത്തു പോയിരുന്നില്ല അല്ലെ. അതായത് ഇഅ്തികാഫിന് ഇടയിൽ രോഗിയെ സന്ദർശിക്കാമോ ജനാസയിൽ പങ്കെടുക്കാമോ പോയത് സ്ഥിരപ്പെട്ടിട്ടില്ല. ഇതിൽ നിന്ന് ഇഅ്തികാഫിൽ പാലിക്കേണ്ട സുന്നത്തുകളിൽ പെട്ടതാണ് ഇതെന്ന് മനസ്സിലാക്കാം അല്ലെ. അതായത് അവരൊക്കെ എന്ന് പറയുന്നത് പിന്നെ അതായത് നോമ്പ് 21 തുടങ്ങുമ്പോ ഇഅ്തികാഫ് കയറിയ മാസം കണ്ടാലായിരുന്നു പള്ളിയിൽ നിന്ന് ഇറങ്ങിയിരുന്നത്. അപ്പൊ അതുവരെ പള്ളിയിൽ അങ്ങനെ മുട്ടിച്ചിരുന്നു. അപ്പൊ ചോദിക്കും, രാത്രി ഉറക്കമൊഴിഞ്ഞാൽ പകൽ എന്ത് ചെയ്യും? പകല് കിടന്നുറങ്ങും, ഓതും. പിന്നെ എല്ലാ സമയം വുളുവോട് കൂടി നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കും. അതൊക്കെ ഒരു വലിയ പുണ്യമുള്ള കർമ്മങ്ങളാണ്. ഇൻഷാ അല്ലാഹ് അതൊരു മറ്റൊരു ക്ലാസ്സിൽ പറയാം. അപ്പൊ ഇഅ്തികാഫ് സ്ത്രീകൾക്ക് അലൗഡ് ആണോ? പണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ചെയ്തിരുന്നോ, അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ജനത ചെയ്തിരുന്നോ, അല്ല ഖുർആനിൽ ഇതിന് വ്യക്തമായ തെളിവുകളുണ്ടോ, ഹദീസിൽ തെളിവുകളുണ്ടോ എന്നതാണ് ഇവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇൻഷാ അല്ലാഹ്. അതേപോലെ നമ്മൾ ഇഅ്തികാഫ് അവസാനിപ്പിക്കുന്ന സമയത്ത് എന്തെങ്കിലും നിയ്യത്ത് പോലുള്ള കാര്യങ്ങളൊക്കെ വെക്കേണ്ടതായിട്ടുണ്ടോ? അതായത് ഇഅ്തികാഫ് നമ്മള് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇഅ്തികാഫ് മുറിഞ്ഞു അല്ലെ. പിന്നെയും നമ്മൾ ഇഅ്തികാഫിലേക്ക് കയറുമ്പോഴാണെങ്കിൽ വീണ്ടും നെയ്യത്ത് ചെയ്യേണ്ടതുണ്ട്. ആദ്യം അതുപോലെ എന്ത് കർമ്മം പോലെ നമ്മൾ നിസ്കാരവും പിന്നെ ഉളു എല്ലാം എന്തിനും നെയ്യത്തുണ്ടല്ലോ, അതുപോലെ തന്നെ ഇഅ്തികാഫ് കയറുമ്പോഴും നെയ്യത്ത് വെക്കണം. അങ്ങനെ ഇഅ്തികാഫിൽ നിന്ന് വിരമിച്ചാൽ അത് നെയ്യത്ത് കട്ടായി, പിന്നെ വീണ്ടും കയറുമ്പോൾ വീണ്ടും നെയ്യത്ത് വെക്കണം. അതുപോലെ ഒരു നേർച്ച പോലെയൊക്കെ ആയിട്ട് ഇഅ്തികാഫ് വെക്കാൻ പറ്റും. അപ്പൊ അതിന്റെ വിധി അത് പ്രത്യേക ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചിലരൊക്കെ സുന്നത്തായ കർമ്മങ്ങൾ പിന്നെ നേർച്ച നേർന്നിട്ട് അത് ഫർലാവും. അതായത് ഫർള് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായാലും അത് ചെയ്ത് വീട്ടണം. നമുക്കറിയാം റമളാൻ മാസത്തിലെ 30 നോമ്പുകളാവട്ടെ, പിന്നെ മറ്റേതില്ലേ
നമ്മൾ 5 വക്ത് നമസ്കാരമാട്ടെ, ഇതൊക്കെ നമുക്ക് ഫർളാണ് അല്ലെ, നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് വീട്ടണം. അപ്പൊ അതുപോലെ തന്നെ പിന്നെ ഈ നേർച്ച നേരാന്ന് അറിയുന്ന കാര്യം, എത്തിക്കാഫ് സുന്നത്താണ്, വേണമെങ്കിൽ ചെയ്താൽ മതി അല്ലെ. പക്ഷെ നേർച്ച നേർന്നു കഴിഞ്ഞാൽ അത് ചെയ്യൽ നിർബന്ധമാണ്. അതായത് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്ന കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതായിട്ട് കാണാം, നബിയെ ഞാൻ മസ്ജിദുൽ ഹറമിൽ എത്തിക്കാഫ് ഇരിക്കാന്ന് നേർച്ച നേർന്നിട്ടുണ്ട്, ഇനി നേർച്ച വീട്ടേണ്ടതുണ്ടോന്ന്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമറെ അത് തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടണം, നിങ്ങളുടെ മേലെ അതൊരു ബാധ്യതയാകും, നിങ്ങൾ എന്താണോ നേർച്ച നേർന്നത് അങ്ങനെ ചെയ്യണം. അപ്പൊ ഇതൊക്കെ മാക്സിമം നേർച്ചകളൊക്കെ പിന്നെ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. കാരണം അതൊക്കെ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ മേലിൽ, നമ്മൾ മരിച്ചിട്ട് പോയി അതിന് പിൻഗാമികൾ ആരും ചെയ്തിട്ടില്ലെങ്കിൽ അതൊരു കുറ്റകരമായ ഒരു ഇതായിട്ട്, അതായത് ഫർള് ഉപേക്ഷിച്ചാലുള്ള ശിക്ഷക്ക് അർഹരാകേണ്ടി വരും. അതുകൊണ്ട് മാക്സിമം അങ്ങനത്തെ കാര്യങ്ങളൊന്നും നേർച്ച നേരാതിരിക്കുകയാണ് ഉത്തമം. അഥവാ നേർച്ച നേർന്നു പോയാൽ അത് ഫർളാണ്, നിർബന്ധമായും ചെയ്തേ പറ്റൂ. അതേപോലെ ഇത്തികാഫ് ബാത്തിലാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് അത് ഒരു മഹത്തായ പുണ്യകരമായ ഇബാദത്താണ് ഇത്തികാഫ് എന്നതിൽ സംശയമില്ല. അതിൽ പ്രവേശിച്ചവർ തങ്ങളുടെ സമയം പരമാവധി ഉപയോഗപ്പെടുത്തുകയും നല്ല കാര്യങ്ങളിൽ പിന്നെ നിമഗ്നരായിരിക്കുകയും ചെയ്യേണ്ടതാണ്. ഒന്ന്, ഇബാദത്തുകൾ അധികരിപ്പിക്കുക അല്ലെ. ഇബാദത്തിന്റെ ലക്ഷ്യം, ഇത്തികാഫിന്റെ ലക്ഷ്യം തന്നെ അള്ളാഹുമായിട്ടുള്ള കുർബത്ത്, അടുപ്പം അല്ലെ, അള്ളാഹുമായിട്ട് അടുപ്പം, സ്നേഹം. പിന്നെ അതുപോലെ നമ്മൾ ചെയ്തു പോയ കാര്യങ്ങൾ ഇങ്ങനെ നമുക്കറിയാം, പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യൻ ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോഴൊക്കെ അള്ളാഹു അവനോട് ഭയങ്കര ഇഷ്ടാണില്ലേ. അതായത് ഒരു പിന്നെ എന്താ പറയാ, ഒരു മരുഭൂമിയിൽ വെച്ചിട്ട് ഒരു ഒട്ടകം നഷ്ടപ്പെട്ട ഒരു യാത്രക്കാരനായ ഒട്ടകത്തെ തിരിച്ചു കിട്ടിയപ്പോ പറഞ്ഞല്ലോ, ഞാന് പിന്നെ ഉടമയും നീ അടിമയുമാണെന്ന് അല്ലെ. അള്ളാഹുവിനോട് പറയുന്നുണ്ട് അവൻ ഇത് തിരിച്ചു കിട്ടിയ സന്തോഷം കൊണ്ട്. എന്താ പറയണ്ടത്, അതുപോലെ അള്ളാഹു അതുപോലെ സന്തോഷിക്കുന്നു എന്നാ പറയുന്നത് നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോഴും ദുആ ദിക്റൊക്കെ ചെയ്യുമ്പോൾ. അപ്പൊ പള്ളികളിലൊക്കെ ആളുകൾ ഉണ്ടാവും, നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാവും, റിലേറ്റീവ്സ് ഉണ്ടാവും, എങ്കിലും നമ്മൾ മാക്സിമം അനാവശ്യ വർത്തമാനങ്ങളൊക്കെ ഒഴിവാക്കി, തമാശ, ചിരി, ഭക്ഷണം, അങ്ങനെ കണ്ട കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ ഇതിലേക്ക്, അതായത് ഈ ഒരു കർമ്മത്തിലേക്ക് മനസ്സൊഴുകി. അത് വെച്ചാൽ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു നോമ്പ് 21 ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദിവസം ഇരിക്കാനാ തോന്നുക അല്ലെ. ക്ഷീണം മറ്റേതൊന്നും നമുക്ക് ഫീൽ ചെയ്യൂല. കാരണം അത്രയും ഇബാദത്ത് ചെയ്ത് വീട്ടിൽ വന്ന് രാവിലെ കിടന്നുറങ്ങി കഴിഞ്ഞ് പിന്നെയും ഫുഡൊക്കെ ഉണ്ടാക്കി വാഷ് ചെയ്ത് പണികളൊക്കെ തീർത്ത് രാത്രി വീണ്ടും വരുന്നു. പക്ഷെ എന്നാലും നമുക്ക് എന്താ പറയാ, അത് ആ വിഭാഗത്തിനോട് നമുക്കൊരു കുർബത്ത്, ഒരു സ്നേഹം, ഒരു അടുപ്പം ഉണ്ടാകുന്നു. പിന്നെ വാജിബായ പരോപകാരങ്ങൾ, ഇത്തികാഫ് ചെയ്യുന്നതിനിടയ്ക്ക് നമുക്ക് ഉപകാരം ചെയ്യാമോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു മനുഷ്യന് പിന്നെ പള്ളിയിൽ ഇത്തികാഫ് ഇരിക്കുമ്പോ വേറൊരാള് വന്നിട്ട് എന്തോ ഒരു സഹായം ചോദിച്ചു, പൈസ വേറെന്തോ ആണ്. അപ്പൊ അയാൾ അതിനു വേണ്ടിയിട്ട് പുറത്തു പോയപ്പം ഈ വന്ന ആഗതന്റെ ഒരു ശത്രു ഇങ്ങനെ ഈ ഇത്തികാഫ് ഇരുന്ന മനുഷ്യനോട് ചോദിച്ചു അത്ര, നിങ്ങൾ എന്തിനാ പോയത്, ഇത്തികാഫ് ഇരിക്കുമ്പോ ഇങ്ങനെ പോകാനൊന്നും പറ്റൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ. അപ്പം അദ്ദേഹം പറഞ്ഞു, മസ്ജിദുൽ ഹറമിൽ ഇത്തികാഫ് ഇരിക്കുന്ന എത്ര, ഒരു മാസം അങ്ങനെ എന്തോ ഒരു സമയം പറയുന്നുണ്ട്. ആ സമയം ഇത്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടമാണ് ഒരു മനുഷ്യന് ഉപകാരം ചെയ്യുന്ന സഹായം. ഇപ്പൊ ഇയാൾക്ക്, ഈ ആഗതനായ വ്യക്തിയെ മറ്റാൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് അയാൾ ഇങ്ങനെ പറഞ്ഞതെങ്കിൽ പോലും അതും നമുക്കൊരു തെളിവായി അല്ലെ. എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ, ആരെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിൽ കിടക്കുന്ന വേറെ എന്തെങ്കിലും ആണ്, അപ്പൊ നമ്മൾ ഇത്തികാഫ് ആണെന്ന് പറഞ്ഞിരിക്കേണ്ട, ആർക്കെങ്കിലും സഹായം ചെയ്യാനാണെങ്കിൽ നമുക്ക് ആ ഇത്തികാഫ് നമ്മളെ വീട്ടിലെ നാട്ടിലെ പള്ളിയിലല്ലേ ഇരിക്കുന്നത്, പക്ഷെ മസ്ജിദുൽ ഹറമിൽ ഇരുന്നതിനേക്കാൾ പ്രതിഫലം ലഭിക്കും എന്നാ പറയുന്നത്. പിന്നെ ഇത്തികാഫ് ഇരിക്കുമ്പോ മറ സ്വീകരിക്കണം. വളരെ അല്ല അദബിലും അച്ചടക്കത്തിലൊക്കെ ആയ ആണുങ്ങളും പെണ്ണുങ്ങളും കൂടി കലർന്ന് മിങ്കിൾ ചെയ്ത് തമാശ പറഞ്ഞ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒന്നും ഉണ്ടാവരുത്. പിന്നെ ക്ലാസ്സുകൾ കേൾക്കാം എന്ന് വെച്ച് ഫുൾ ക്ലാസ്സിലായി പോരുന്നു. നിങ്ങൾക്കറിയാലോ, ഷഹ്റു റംളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ റംളാൻ മാസത്തിലാണ് ഇറങ്ങിയത്, റംളാന്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് റംളാനിൽ ഖുർആനിൽ തന്നെ മെയിൻലി ഫോക്കസ്ഡ് ആയിരിക്കണം. പിന്നെ അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കൽ. പിന്നെ അതായത് ഇത്തികാഫ് ഇരിക്കുന്ന സമയത്ത് പിന്നെ വർത്തമാനം, ചിരി, തമാശ, ഫിത്ന വർത്താനങ്ങൾ അതൊന്നും പാടില്ല. നമ്മൾ തികഞ്ഞ ഭക്തിയോടെ ഇരിക്കണം, ശരിക്കും തഖ്വയോടുകൂടെ ആയിരിക്കണം നമ്മൾ ഇരിക്കുന്നത്.
അതേപോലെ ഉറങ്ങുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് മസ്ജിദിൽ നമ്മൾ ഇത്തികാഫിന് ഇരിക്കുന്ന സമയത്ത്? അതായത് ഇസ്തിഗ്ഫാർ ഇരിക്കുമ്പോ ഉറക്കത്തിൽ മിതത്വം പാലിക്കണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പകൽ എത്ര ഉറങ്ങി എന്ന് ചോദിക്കൂല അല്ലെ. പകൽ ഉറങ്ങിപ്പോയാലും അള്ളാഹ്ക്ക് ഒരു വിഷയമല്ല, പകൽ പല സമയത്തും ഉറങ്ങാമെന്നും പറഞ്ഞിട്ടുണ്ട്. അതേസമയം രാത്രി ഉറങ്ങാതെ അല്ലെ, തതജാഫാ ജുനൂബുഹും അനിൽ മളാജി യദൂന റബ്ബഹും ഖൗഫൻ വതമഅ വമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ കാണാം അല്ലെ. അതായത് അന്നേരം ആ കിടപ്പറകൾ വിട്ട് എഴുന്നേൽക്കുന്നവരെ, അതായത് തഹജ്ജുദ് നമസ്കരിക്കുന്നവരെ, ആ സമയത്ത് ദുആ ചെയ്യുന്നവരെ, ആ സമയത്ത് അള്ളാഹുവിനോട് ആവശ്യങ്ങൾ ചോദിക്കുന്നവരെ, ഇസ്തിഗ്ഫാർ ചോദിക്കുന്നവരോട് അള്ളാഹുവിന് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് രാത്രികൾ മാക്സിമം ഉറക്കൊഴിഞ്ഞ് അമല് സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിക്കാനോ, ആ ഒരു ക്ഷീണം നമുക്ക് പകലിൽ ഉറങ്ങി തീർക്കാവുന്ന, അതായത് ഇശ്റാഖ് നമസ്കാരം കഴിഞ്ഞാല് പിന്നെ ളുഹ നമസ്കാരം വരെയുള്ള ഒരു 11 മണി വരെയുള്ള സമയങ്ങളിലൊക്കെ ഉറങ്ങി ക്ഷീണം മാറ്റാം. അതുപോലെ ളുഹർ നിസ്കരിച്ചിട്ടും ഉറങ്ങാം. അങ്ങനെ അല്ല, രാത്രികളിൽ മാക്സിമം ഉറക്കം കുറയ്ക്കുന്നതാണ് ഉത്തമം. അതേപോലെ ഒരു പ്രത്യേക സ്ഥലം നമ്മൾ തിരഞ്ഞെടുത്ത് അവിടെ ഇരിക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ? അത് നോ പ്രോബ്ലം. അതായത് സാധാരണഗതിയിൽ നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ ഇന്റെ സീറ്റ് ഇവിടെ ആണ്, ഇന്റെ ആ തൂണിന്റെ മറവിലാണ്, ചുമരിന്റെ അടുത്താണ് എന്നൊന്നും പറഞ്ഞിട്ട് നമുക്ക് സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് തന്നെ ഇരിക്കാനൊന്നും വകുപ്പില്ല. സാധാരണ പള്ളിയിൽ പോകുമ്പോൾ നമ്മൾ എപ്പോഴാണോ എത്തിയത്, എവിടാണോ ഇരിക്കേണ്ടത് അവിടെ ഇരിക്കുക അല്ലെ. അതായത് ബാക്കിൽ നിന്ന് ചാടിക്കയറി മുമ്പിൽ പോകാനും പാടില്ല. നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് വേറെ ആരെങ്കിലും ഇരുന്നെങ്കിൽ അവരെ തട്ടി മാറ്റി ഇന്റെ സ്ഥലം എന്താണെന്നൊന്നും പറഞ്ഞിരിക്കാൻ പാടില്ല. ബട്ട് എത്തിക്കാഫ് ഇരിക്കുന്ന സമയത്ത് നമുക്കൊരു സ്ഥലം, അതായത് ഒരു സ്ഥലം നമ്മള് മുസല്ലയും ബെഡ്ഷീറ്റോ വിരിച്ചിട്ട് അവിടെ ഇരുന്ന് ചെന്ന് അവിടെ ഇരുന്ന് മറ്റന്നാൾ അവിടെ ഇരുന്ന് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാഞ്ഞും തരിഞ്ഞു അവരോടും തമാശ പറഞ്ഞു ഇവരോടും തമാശ പറഞ്ഞ് ആ ഒരു രീതിയിലായി പോകരുത് അല്ലെ. അതൊരു എന്താ പറയുക, ഒരു കല്യാണ സദസ്സ് പോലെ ആയി പോകരുത്. ആ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ മസ്ജിദിൽ ഇരിക്കുന്ന സമയത്ത് കീഴ്വാഴു, അതായത് ഗ്യാസ് പോലുള്ളതൊക്കെ പോയാല് എന്താ അതിന്റെ ഒരു വിധി എന്ന് പറയുന്നത്? അതായത് പൊതുവെ മസ്ജിദിൽ ഇരിക്കുക, കിഴ്വായു വിടുക, അതായത് ഗ്യാസ് പോകുക എന്നുള്ളത് ഒഴിവാക്കേണ്ട കർമ്മമാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വെച്ചാൽ കുറെ സമയം ഇരിക്കുമ്പോൾ തന്നെ നമ്മളെ ഗ്യാസ് ഫോർമേഷൻ, നമ്മളെ വയറ്റിൽ ഗ്യാസ് ഫോം ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഉരുളക്കിഴങ്ങ് അങ്ങനെ കണ്ട പൂള, മരിച്ചീനി അങ്ങനെ കണ്ട സാധനങ്ങളൊക്കെ മാക്സിമം കഴിക്കാതിരിക്കുക. കാരണം അതും കൂടെ കഴിക്കുമ്പോൾ നമുക്ക് ഇരുത്തവും വയറ് കാലി, നോമ്പ് തന്നെ അസിഡിറ്റി ഫോം ചെയ്യുന്ന ഒരു ഇതാണല്ലോ, വയറ് കാലി കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് മാക്സിമം ഒഴിവാക്കുക. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല വൽ മലായികത്തു യസല്ലൂന അല അഹദിക്കും മാ ദാമ ഫീ മജ്ലിസി ലദി യുസല്ല ഫീഹി. അതായത് ആരെങ്കിലും ഒരാള് നിങ്ങൾ നിസ്കരിച്ച സ്ഥലത്ത് ഇരിക്കുന്നിടത്തിലോളം കാലം മലക്കുകൾ നിങ്ങൾക്ക് മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേ ഇരിക്കും. എന്നിട്ടോ അല്ലാഹുമ്മ അർഹംഹു, അല്ലാഹുമ്മഗ്ഫിർ ലഹു, അല്ലാഹുമ്മ തുബ് അലൈഹി മാലം യൂദി ഫീഹി മാലം യുഹദിസ് ഫീഹി. അതായത് അള്ളാഹുവേ ഇവന് പുറത്തു കൊടുക്കണമേ, ഇവനോട് കാരുണ്യം കാണിക്കണമേ എന്നൊക്കെ പറഞ്ഞ് അവനെ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. എപ്പം വരെ? അതായത് ഫീഹി മാലം യുഹദിസ് ഫീഹി, അവൻ അശുദ്ധി ഉണ്ടാകുന്നത് വരെ എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഈ അശുദ്ധി ഉദ്ദേശിക്കുന്നത് ശബ്ദത്തോടെയുള്ള ഗ്യാസ് പോകുന്നതിനെയാണ്. അപ്പൊ അത് മാക്സിമം ശ്രദ്ധിക്കുക. എന്നുവെച്ച് ഗ്യാസ് ഉണ്ടായിട്ട് വിടാണ്ടൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഗ്യാസ് പോയി പുറത്തു വന്ന് ഗ്യാസ് പോക്കി ഒന്നെടുത്ത് നമുക്ക് വീണ്ടും പള്ളിയിലേക്ക് ഇബാദത്തിലേക്കായിട്ട് പ്രവേശിക്കാം. പക്ഷെ ഈ ഹദീസ് മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഗ്യാസ് ഫോം ചെയ്യുന്ന ഫുഡുകളൊന്നും അധികം കഴിക്കാതിരിക്കുക. പിന്നെ കുറെ സമയം ഇരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഗ്യാസ് വരുന്നുണ്ടെങ്കിൽ കിടന്നിട്ടോ ഫോണിൽ കേട്ടിട്ടോ മനപ്പാട സൂറകൾ കുറെ ഓതിയിട്ടോ അങ്ങനെയൊക്കെ അതും ചെയ്യാലോ, അങ്ങനെയും ചെയ്യാം. ഒരിക്കൽ അറിവില്ലാത്ത മസ്ജിദിൽ മൂത്രമൊഴിച്ച ഒരു അറാബിയെ ഉപദേശിച്ച വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരിക്കലും ഒരു അറാബി പള്ളിയിൽ വെച്ച് മൂത്രം ഒഴിക്കുന്നുണ്ടല്ലോ അല്ലെ. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ മസ്ജിദുകളിൽ മേച്ചമായ കാര്യങ്ങളൊന്നും ചെയ്തുകൂടാ, ഉള്ളി കഴിച്ചാൽ നിങ്ങൾ പള്ളിയിലേക്ക് വരാൻ പാടില്ല എന്നും അന്നേരം കൽപ്പിച്ചിരുന്നതായിട്ട് കാണാം. ആരെങ്കിലും വൃത്തിയില്ലാത്ത മണമുണ്ടാക്കുന്ന ചെടികളിൽ നിന്നുള്ള ഉള്ളിയാണ് ഉദ്ദേശം അല്ലെ,
പ്രയാസം ഉണ്ടാക്കുന്നെങ്കിൽ മലക്കുകൾക്കും പ്രയാസം ഉണ്ടാവും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും ഖുർആൻ പാരായണത്തിന് പ്രവേശിക്കുമ്പോഴൊക്കെ നമ്മുടെ വായ, അതായത് നോമ്പൊക്കെ ആണെങ്കിൽ ഒന്ന് പേസ്റ്റ് ഇട്ട് തേക്കുന്നതായിരിക്കും നന്നാവുക അല്ലെ. അപ്പൊ നമുക്കൊരു നോമ്പിന് ഒക്കെ ഒരു മണം, അത് നോമ്പിന്റെ വായിക്കിന്റെ മണം വേറെയാണ്, അത് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടമുള്ള മണമാണ്. എന്നിരുന്നാലും നമ്മുടെ വായ എപ്പോഴും ശുചിത്വത്തോടെ സൂക്ഷിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ആർക്കെങ്കിലും ഇങ്ങനെ, അതായത് ഗ്യാസ് ഫോം ചെയ്തിട്ടുണ്ട്, ഗ്യാസ് വിടണം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പള്ളിയിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ എസ്പെഷ്യലി AC പള്ളികളാണ്, അതിൻ്റെ അകത്ത് വെച്ച് ഗ്യാസ് പുറത്ത് വിട്ടാൽ ഭയങ്കര ആളുകൾക്കും കൂടെ അതൊരു ബുദ്ധിമുട്ടായി തോന്നും. പ്രത്യേകിച്ച് ഈവൻ മലക്കുകൾ സാന്നിധ്യമുള്ള ഒരു സദസ്സാണല്ലോ. അപ്പൊ പുറത്ത് വന്ന് ഗ്യാസ് വിട്ടൊന്ന് വേണമെങ്കിൽ കുനിഞ്ഞു നിവർന്നൊക്കെ കളിച്ച് നന്നായിട്ട് വുളു ചെയ്തിട്ട് വരാം. ഓക്കെ. വേറെന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? പിന്നെ ഇത്തിക്കാഫ് അവസാനിപ്പിക്കേണ്ട കാര്യം അല്ലെ, നമ്മളെപ്പോഴാ ഇത്തിക്കാഫ് അവസാനിക്കുക? അതായത് റമദാൻ അവസാനത്തെ 10 നോമ്പ് തുറന്ന ശേഷം മസ്ജിദിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകാം. അതായത് അതിപ്പോ മാസം കണ്ടതാണ്, 29 മാസം കണ്ടതാണെങ്കിൽ അന്നേരം പോകാം. അതല്ലെങ്കിൽ പിന്നെ ഇത്തികാഫ് ഇരിക്കുന്ന വ്യക്തി മസ്ജിദിൽ നിന്ന് നേരെ മുസല്ലയിലേക്ക് എന്നാണ് പറയുന്നത്. അതായത് റമദാനിലെ അവസാനത്തെ നോമ്പ് തുറന്ന ശേഷം അയാൾക്ക് മസ്ജിദിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകാം. പിന്നെ പിറ്റേ ദിവസം പള്ളിയിലേക്ക് പിന്നെ പെരുന്നാൾ നമസ്കാരത്തിനായിട്ട് വരികയും ചെയ്യാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം സംശയ നിവാരണം ആയി എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇതിൽ കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാസിന്റെ സെഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. വബില്ലാഹി തൗഫീഖ് വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മുടെ അതായത് എല്ലാ കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ പിന്നെ സ്വാലിഹായ കർമ്മമായിട്ട് സ്വീകരിക്കട്ടെ. നിങ്ങളൊക്കെ വെറുതെ ഒന്ന് ചോദിച്ചു വെക്കുക, അള്ളാഹുവിനോട് ചോദിച്ചു വെക്കാം അല്ലേ. ഞമ്മക്ക് ഇങ്ങനെ ഇത്തികാഫ് ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമുണ്ട് റബ്ബേ, നീ അതിന് നമുക്ക് ഒഴിവ് താ, സൗകര്യം ഉണ്ടാക്കിത്താ എന്നൊക്കെ അള്ളാഹുവിനോട് ചോദിച്ചിടാം. ചിലപ്പോൾ നമ്മുടെ ഭർത്താക്കന്മാർ തന്നെ മനസ്സാവും, ഇനി നമുക്ക് പിന്നെ സമ്മതം തന്നാൽ, ഇനിയിപ്പോ ഭർത്താവ് ഇല്ലാത്തവരും ഗൾഫിലുള്ളവരും ഒക്കെ ഉണ്ടാവും അല്ലെ, വീട്ടിൽ കുട്ടികളൊന്നും ഇല്ലാത്തവരും ഒറ്റക്ക് താമസിക്കുന്നവരൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ ഇത്തികാഫ് ഒരുപാട് ഉപകാരപ്രദമായിരിക്കും. കാരണം സമാധാനത്തോടു കൂടി ഇരിക്കാലോ. ചില പള്ളികളിലൊക്കെ ഫുഡ് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്, ചിലത് ഒരു 10 ദിവസത്തേക്ക് 1000 റുപ്യ കൊടുത്താൽ എല്ലാ നോമ്പ് തുറയും അതിന്റെ ഇടയ്ക്കുള്ള ഫുഡും രാത്രി അത്താഴം ഒക്കെ കൊടുക്കുന്ന പള്ളികളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഫെസിലിറ്റികളൊക്കെ ഉണ്ട്. അപ്പൊ എന്തിനാ നമ്മളിങ്ങനെ ആണുങ്ങൾക്ക് മാത്രമായിട്ട് ഒരുപാട് ഇബാദത്തും പ്രതിഫലവും എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കാണ്ട് നമ്മൾ ഒരുപാട് കർമ്മങ്ങൾ, അതായത് നമുക്ക് കൂടെ പ്രതിഫലം കിട്ടുന്ന കർമ്മങ്ങളിലേക്ക് ഇൻവോൾവ്ഡ് ചെയ്യേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് വബില്ലാഹി തൗഫീഖ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് അടുത്ത റമദാനിലേക്ക് നമ്മുടെ ആയുസ്സോടെ ബാക്കി വെക്കുകയും കഴിഞ്ഞ റമദാൻ കൊണ്ട് നാം ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് മാഫാക്കി തരികയും ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ഗ്ഫിർ ലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീന